ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന ഇസ്രായേൽ ഇറാൻ ഇഷ്യൂ പ്രകാരം ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 4% ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ സെക്ടറുകളിലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു ഫലനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവാണ്. കാരണം അവിടെ റിഫൈനിങ് മാർജിൻ കുറയുമെന്നുള്ളതാണ്. റിലയൻസ്, IOC, HPCL, MRPL, ചെന്നൈ പെട്രോ, BPCL കമ്പനികളാണ് ഇതിൽ വരുന്നത്. അതേസമയം ഇവരുടെ ഇൻവെൻട്രി ഗെയിൻ, ഇവർക്ക് ഓൾറെഡി ഉള്ള ക്രൂഡ് ഓയിലിൻ്റെ സ്റ്റോക്കിൽ ഇവർക്ക് വിലവർദ്ധനവ് കിട്ടുകയും ചെയ്യും. ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ്. കാരണം ONGC, ഓയിൽ ഇന്ത്യ, HOEC, വേദാന്ത പോലുള്ള കമ്പനികൾ അവരുടെ റിഫൈനിങ് മാർജിൻ, പ്രോഫിറ്റ് മാർജിൻ കൂടും. അതായത് 5 ബാരൽ പെർ ഡോളർ വ്യത്യാസം വരുന്ന സമയത്ത്, $5 വ്യത്യാസം വരുന്ന സമയത്ത് 7 to 11% പ്രോഫിറ്റിൽ വ്യത്യാസം വരുന്നതായിട്ടാണ് എക്സ്പ്ലോറേഷൻ കമ്പനികളെ സംബന്ധിച്ചിട്ട് കാണാറുള്ളത്. അതേസമയം നെഗറ്റീവായിട്ട് വരുന്നത് ഏവിയേഷനും പെയിൻറ്റും ലൂബ്രിക്കൻ്റ് ഓയിൽ സെഗ്മെൻറ്റിലുമാണ് നെഗറ്റീവ്